ന്യൂ ഇയർ ആദ്യമായി വന്നത് എവിടെയെന്നറിയുമോ? നമ്മുടെ കാണാപ്പാടങ്ങൾക്കപ്പുറം പസഫിക് മഹാസമുദ്രത്തിന്റെ വിശാലമായ സമുദ്രത്തിലെ ചെറിയ ദ്വീപായ കിരിബാത്തി ദ്വീപിലാണ് ആദ്യത്തെ പുതുവത്സരം ആഘോഷിച്ചത്. അലറിയടിക്കുന്ന പസഫിക് മഹാസമുദ്രത്തിന്റെ ഉള്ളിലുള്ളൊരു ചെറിയ ദ്വീപായ കിരിബാത്തി ദ്വീപിലാണ് ന്യൂ ഇയർ ആദ്യം ആഘോഷിച്ചത്. ഈ കേരളത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 3:30 പസഫിക് മഹാസമുദ്രത്തിലെ കിരിബാത്തിയിൽ 12 മണിയാണത്രേ. അത് കഴിഞ്ഞാൽ ഉടനെ ന്യൂ ഇയർ ആഘോഷിച്ചത് ന്യൂസിലാൻഡിലാണ്. സഹോദരങ്ങളെ, സഹോദരാ, ഇതിനെയൊക്കെ സംവിധാനിച്ചതാരാ? ആരാണ് ഇതിനെ സംവിധാനിച്ചത്? ഈ ലോകത്ത് നിന്ന്, ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുപോയ ഇമാറാത്തി പൗരനായ സുൽത്താൻ അൽ നിയാദി 100 ദിവസത്തോളം ബഹിരാകാശ ലോകത്ത് നിന്നപ്പോ ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ ആകാശ ലോകത്തോട്ട് കടന്നു പോയപ്പോ സുൽത്താൻ അൽ നിയാദി ലോകത്തോട് പറഞ്ഞത്, ഞാൻ ഒരു ദിവസം 16 ഉദയങ്ങളും 16 അസ്തമയങ്ങളും ബഹിരാകാശ ലോകത്തിരുന്ന് കണ്ടെന്ന് പറയവേ, സഹോദരാ, സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പുതുവത്സരവും നമ്മോട് പറയുന്നത്, ഓരോ വർഷവും കൊഴിഞ്ഞു പോകുമ്പോ ഇതിന്റെ എല്ലാം മുകളിൽ ഈ സൂര്യനെ സംവിധാനിച്ച, ഈ സൂര്യന്റെ വെളിച്ചത്തിന് മുമ്പ് ഈ ചന്ദ്രന്റെ പുഞ്ചിരിയുടെ പുറക്, ഈ നക്ഷത്രങ്ങൾ കണ്ണിലും വന്നതിന്റെ പുറക്, ഈ പർവ്വതങ്ങളുടെ സ്ഥാനചലനത്തിന് പുറക്, ഈ പക്ഷികളുടെ കൂകളത്തിന്റെ പുറക്, ഈ മൃഗങ്ങളുടെ ജീവിതത്തിന്റെ പുറക്, ഈ മന്ദമാരുതന്റെ തലോടലിന്റെ പുറക്, ഈ മനുഷ്യ സമൂഹത്തിന്റെ പ്രയാണത്തിന്റെ പുറക് ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് എല്ലാ ഋതുഭേദങ്ങളും എല്ലാ പുതുവത്സരങ്ങളും നമ്മോട് വിളിച്ചു പറയുന്നതും, മാനവാ, ഇതിനെയെല്ലാം സംവിധാനിക്കുന്ന ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ, അവൻ പറഞ്ഞു തന്ന പാണ്ഡാവിലൂടെ സഞ്ചരിക്കാൻ, അവൻ നമ്മളോട് പറഞ്ഞ നന്മകളുടെ വഴികളെ പിന്തുടരാൻ, ജീവിതത്തിന്റെ എല്ലാ നന്മകളെയും സാംശീകരിച്ചെടുക്കാൻ, നിന്റെ ഹൃദയത്തിന്റെ ചിന്തകളെ പുതുപ്പിടിപ്പിക്കാൻ, അതിനാണ് നിങ്ങളുടെ ചിന്തകളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരാ, സഹോദരി, എല്ലാ പുതുവത്സരങ്ങളും ഓരോ മാസങ്ങളും ഓരോ ആഴ്ചകളും ഇതിനെയെല്ലാം സംവിധാനിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോകുന്ന ഒരു അല്ലാഹു ഉണ്ടെന്ന് നമ്മോട് പറയാനാണ്. അവൻ പറഞ്ഞതുപോലെ ജീവിക്കാനാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരാ, സഹോദരി, ഓരോ പുതുവത്സരങ്ങളും എങ്ങനെയാവണം, ഓരോ വർഷങ്ങളും എങ്ങനെയാവണം, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുന്നത്. പഴമക്കാര് പണ്ടേ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും മാറ്റം വരുത്തുന്നവരാണ്. ഓരോ മാറ്റങ്ങളും നമ്മൾ ഓരോ അപ്ഡേറ്റുകൾ ചെയ്യുന്നവരാണ്. അറബികൾ പറയാറുണ്ട്, കുല്ലു ജദീദിൽ ലദീദ്, കുല്ലു ജദീദിൽ ലദീദ്. എല്ലാ പുതിയതും ആനന്ദകരമാണ്, എല്ലാ പുതുമയും ആനന്ദകരമാണ്. നമ്മളെല്ലാ പുതിയ വസ്ത്രം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോ ആ പുതിയ വസ്ത്രത്തെ നമ്മൾ ആനന്ദത്തോടെ ഉടുക്കുന്നത് പോലെ, പുതിയ ഒരാഭരണം നമ്മൾ കാത്തിരുന്നണിയുന്നത് പോലെ, ഒരു പുതിയ വീട്ടിലേക്ക് സന്തോഷത്തോടെ കയറുന്നത് പോലെ, പുതിയതെല്ലാം ആനന്ദകരമാണ്, പുതിയതെല്ലാം ആനന്ദകരമാണ്. അതേപോലെ പുതുവർഷവും ആനന്ദമാണ്. സഹോദരാ, എങ്ങനെയാണ് ആനന്ദിക്കാൻ കഴിയുക? ഈ പുതുവത്സര പുലരിയിൽ ലഹരികളും കള്ളും മണ്ണും പെണ്ണുമായി ആഘോഷിക്കുന്നവർ, അവരുടെ ജീവിതത്തെ ആഘോഷിക്കുന്നവർ, എങ്ങനെയാണ് മനുഷ്യന് പുതുവത്സരം ആഘോഷിക്കാൻ കഴിയുക? കാരണം പുതിയതായിട്ട് എന്തെങ്കിലും നമുക്ക് സന്തോഷം നൽകിയാലല്ലേ അതിൽ നമുക്ക് ആനന്ദിക്കാൻ കഴിയൂ. പുതുവത്സരം ആഘോഷിക്കുന്നവരോട്, ഈ നവവത്സരത്തിൽ പാതിരാ സമയത്ത് ശരീരത്തിന്റെ ആട്ടവും പാട്ടവുമായി നമ്മുടെ ജീവിതത്തെ മാറ്റുന്നവരോട്, മനുഷ്യ, ഇത് നമുക്ക് സങ്കടപ്പെടാനുള്ള ദിവസമാണ്. കാരണം നമുക്ക് നഷ്ടപ്പെടലാണുണ്ടായത്. എന്തെങ്കിലും വില പിടിച്ചത് നഷ്ടപ്പെട്ടു പോയാൽ
എന്തെങ്കിലും നിലവിലെ പിടിച്ചത് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ആ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരു മനുഷ്യന് സന്തോഷിക്കാൻ കഴിയോ? സഹോദരാ, നമുക്ക് നഷ്ടപ്പെട്ടു പോയതേതാ? ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ തുള്ളിച്ചാടുന്നവൻ ഭ്രാന്തനല്ലേ? ഇന്നൽ ഹയാതകായികും വതവാരി. നമുക്ക് ഒരു വർഷത്തിൽ നഷ്ടപ്പെട്ടു പോയതാ ഒരു വർഷമാ. നഷ്ടപ്പെട്ടു പോയതെന്താ? നമ്മുടെ ആയുസ്സിൽ അല്ലാഹു രേഖപ്പെടുത്തിയ ഒരു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയതല്ലേ? നമുക്ക് നഷ്ടപ്പെട്ടു പോയാ ഏതാണ്ട് 12 മാസമാണ്, 52 ആഴ്ചകളാണ്, 365 ദിവസങ്ങളാണ്, 8760 മണിക്കൂറുകൾ, 3,05,25,600 മണിക്കൂറുകൾ, 3,15,00,000 സെക്കൻഡുകൾ. ഇത്രയും നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ ഇവിടെ കിടന്ന് ആനന്ദിക്കാൻ എങ്ങനെയാ കഴിയുക? ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്തൊരു വർഷമല്ലേ പോയത്? സഹോദരാ, സഹോദരി, കഴിഞ്ഞ ഒരു വർഷത്തിൽ നമുക്ക് കച്ചവടത്തിന് നഷ്ടമുണ്ടായാൽ, 2023 കച്ചവടത്തിന് നഷ്ടമുണ്ടായാൽ 2024 അത് തിരിച്ചു പിടിക്കാം. 2023 നമുക്ക് രോഗം വന്നാൽ 2024 സുഖപ്പെടുത്തിയെടുക്കാം. 2024 പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് പിറ്റേ വർഷം നമുക്ക് തിരിച്ചെടുത്തുകൂടെ? ഖത്തർ ലോകകപ്പിന്റെ 2022 ഫൈനലില് കപ്പിനും ചുണ്ടിനുമിടക്ക് കപ്പ് നഷ്ടപ്പെട്ടു പോയ ഫ്രാൻസിന്, ആ ഫ്രാൻസുകാർക്ക് സങ്കടപ്പെടണ്ട. ഇനി അവർക്ക് 2026 പരിശ്രമിച്ചാൽ തിരിച്ചെടുക്കാം. നമുക്ക് 2023 ഏതൊക്കെ ലൗകിക കാര്യത്തിൽ നഷ്ടം വന്നാലും അതെല്ലാം തിരിച്ചെടുക്കാൻ കഴിയില്ലേ? പക്ഷേ 2023 നഷ്ടപ്പെട്ട സമയത്ത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഏതും കച്ചവടം നഷ്ടപ്പെട്ടു പോയ അടുത്ത 2024 പിടിക്കാം. കളിയിൽ കപ്പ് നഷ്ടപ്പെട്ടു പോയാൽ 2024 തിരിച്ചു പിടിക്കാം. പക്ഷെ നഷ്ടപ്പെട്ടു പോയ 2023 ആ ഒരു വർഷം ആയുസ്സിൽ കൊടിഞ്ഞുപോയ ഇലകൾ പോലെ താഴോട്ട് പോയി, കാറ്റത്തെവിടെയോ പറന്നുപോയ ആ 2023 എങ്ങനെയാണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുക? കയ്യിലിരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം നഷ്ടപ്പെടുത്തിയിട്ട് അതിന്റെ പേരിൽ സന്തോഷിച്ച് തുള്ളിച്ചാടുന്ന ഒരാളുകളോട് നമ്മൾ എങ്ങനെയാണ് പരിതപിക്കാനേ കഴിയൂ? അതുകൊണ്ടാണ് സബാഹ് സ്ക്വയറിൽ തടിച്ചുകൂടിയ ഈ 10,000-ങ്ങളോട് നിങ്ങളെ കാണുമ്പോഴാണ് വീണ്ടും നിർത്തരുത് നിർത്തരുത് എന്ന് തോന്നുക. വീണ്ടും വീണ്ടും ആവേശത്തോടെ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അതുകൊണ്ട് സഹോദരങ്ങളെ നാം തീരുമാനിക്കേണ്ടത്, കഴിഞ്ഞുപോയ നഷ്ടപ്പെട്ടു പോയ ദിവസത്തെ ഓർത്ത് നമ്മൾ വല്ലാതെ സങ്കടപ്പെടുക. അല്ലാഹുവേ, കഴിഞ്ഞുപോയ വർഷത്തിൽ എനിക്ക് എത്രയുണ്ട്? ഞാൻ എത്ര നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്? ഞാൻ എത്ര സ്വലാത്ത് കഴിഞ്ഞ ഒരു വർഷം ചൊല്ലിയിട്ടുണ്ട്? ഞാൻ എത്ര ദിക്റുകൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്? ഞാൻ എത്ര സദഖകൾ ചെയ്തിട്ടുണ്ട്? ഞാൻ എത്ര നല്ല വർത്തമാനം പറഞ്ഞിട്ടുണ്ട്? നല്ല ബന്ധങ്ങളെ ഞാൻ എത്ര ഉറപ്പിച്ചിട്ടുണ്ട്? ഇങ്ങനെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ, ആ തിരിഞ്ഞു നോക്കുന്ന ഒരു വർഷങ്ങളിൽ നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഏതെങ്കിലും നന്മകളുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിന് ആയുസ്സിലെ ഏറ്റവും കനപ്പെട്ട സംഭാവനയാ. കാരണം ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ആരെങ്കിലും ജീവിതത്തിൽ അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മകൾ നാളെ പരലോകത്ത് അവനെ കാണുക തന്നെ ചെയ്യും. അല്ലാഹു നമുക്ക് ഓർമ്മ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഒന്നാമതെ സമയമില്ലാത്തവണ പെട്ടെന്ന് 10 മണിക്ക് നിർത്തണം. ഒരു ദുആ നമുക്ക് ഏതായാലും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം ചെയ്യുന്ന ജോലി ഏതാ? നാളെ രാവിലെ ഇന്നിവിടെ നിന്ന് പോയി ദുആയൊക്കെ ചെയ്ത് തൗബ ചെയ്ത് അവസാനം കണ്ണീരണിഞ്ഞ് ദുആ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് പോയി നാളെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ ചെയ്യണ ജോലി ഏതാ? നാളെ പുതിയ വർഷത്തിൽ ആദ്യം ചെയ്യുന്ന ജോലി ഏതാ?
സുബൈ അല്ലേ? നാളെ നമ്മൾ ആദ്യം ചെയ്യുന്ന ജോലി നമ്മുടെ സുബഹിയാണ് അല്ല. നാളെ നമ്മുടെ ആദ്യത്തെ ജോലി അതേവരെ നമ്മൾ നോക്കി തൊട്ടുകിടന്ന ചുമരിലെ കലണ്ടർ എടുത്ത് വെളിയിലേക്ക് വലിച്ചെറിയും. ഇനി ഇതുകൊണ്ടൊരാവശ്യമില്ല. നാളത്തെ ആദ്യത്തെ ജോലി കലണ്ടർ എടുത്ത് ചുമരിൽ വെച്ച കലണ്ടർ എടുത്ത് വലിച്ചെറിയും. ഇനി ഇതുകൊണ്ട് ആവശ്യങ്ങളില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഇതേപോലെ നമ്മളെയും വലിച്ചെറിയപ്പെട്ടാൽ ഇവനെ കൊണ്ടൊരു യോഗ്യതയും ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് നമ്മളെയും അല്ലാഹു വലിച്ചെറിഞ്ഞാൽ, രക്ഷിതാവ് വലിച്ചെറിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? നാളെ നമ്മുടെ കലണ്ടർ വലിച്ചെറിയും. നാളെ നമ്മുടെ ചുമരിൽ പുതിയ കലണ്ടർ തൂങ്ങും. ആ കലണ്ടർ ഹംദാന്റെ കലണ്ടർ ആവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തെ ഹംദാന്റെ കലണ്ടർ പ്രകാശനം ഞാൻ പെട്ടത് ചെയ്തോളി. നമ്മുടെ ബഹുമാനായ നമുക്കിതിന് ആതിഥേയത്വം വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട സബാഹ് അദ്ദേഹം നമ്മുടെ ഹംദാൻ ഫൗണ്ടേഷന്റെ കലണ്ടർ പ്രകാശനം ചെയ്യുകയാണ്. ഹംദാൻ ഫൗണ്ടേഷന്റെ കേരളത്തിന്റെ മതവൈജ്ഞാനിക കർമ്മമണ്ഡലത്തിൽ വിപ്ലവാത്മക പുരോഗമനത്തിന് വഴിയൊരുക്കാൻ നവപദ്ധതികളും നൂതന സംരംഭങ്ങളുമായി പ്രവൃത്തി പദത്തിൽ അനന്യസാധാരണ മാതൃക പണിത് അഭിമാനകരമായ സംവത്സരങ്ങൾ പിന്നിടുന്ന ഹംദാൻ ഫൗണ്ടേഷന്റെ കലണ്ടർ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതൊക്കെ ഉള്ള സമയത്ത് ഞാൻ പറയും. എന്നിട്ട് നമുക്ക് അവസാനം ഈ കലണ്ടർ എല്ലാവരുടെയും കയ്യിലെത്തി. അവസാനം ഈ സബാഹ് സ്ക്വയറിൽ തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങൾ കരുണാവായ റബ്ബിനോട് പറയും, അല്ലാഹുവേ, കഴിഞ്ഞുപോയ ദിവസങ്ങളെ, ഇന്നലകളിൽ നശിച്ചുപോയ എന്റെ ദിവസങ്ങളോട് ഞാൻ വിട പറയുകയാണ്. ഞാൻ എന്റെ ജീവിതത്തെ എന്റെ നന്മകൾ ഇടപെടികളിലൂടെ ഈ ദുനിയാവിന്റെ താളപ്പിടകളെ ഞാൻ മാറ്റുകയാണല്ലോ. അങ്ങനെ വയനാടൻ മലനിരകളിൽ നിന്ന് പോലും ബൈക്കോടിച്ചിട്ട് ഈ ന്യൂ ഇയർ പ്രഭാഷണത്തിനെത്തിയ എന്റെ പ്രിയപ്പെട്ട യുവാക്കളുണ്ട്. ഞാൻ അവരോട് ഓർമ്മിപ്പിക്കുകയാ, ഈ ഭൗതികമായ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ തെറ്റുകളോട് വിട പറയാൻ അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ചിന്തയേതെന്നറിയോ? അത് ആഖിറത്തിന്റെ ചിന്തയെ കുറിച്ചുള്ള ചിന്തയാ. നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമെന്ന ബോധ്യത്തെ കുറിച്ചാ മഹാനായ ഇമാമുനാ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ലോകം കണ്ട ഏറ്റവും വലിയ ആധ്യാത്മിക തത്വചിന്തകനായ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ആ നാട്ടിലെ സമ്പന്നനായ ഒരു മനുഷ്യനെ കാണാൻ ചെല്ലവേ അദ്ദേഹത്തിന് രാജാവ് അദ്ദേഹത്തെ അഭിമുഖമായി കാണാൻ ക്ഷണിച്ചുവത്രേ. ആ രാജാവിനെ കാണാൻ ആ നാട്ടിലെ സമ്പന്നനായ മനുഷ്യൻ ഭാര്യയോടും മക്കളോടും പറയുന്നു, പുതിയ വസ്ത്രമെടുക്ക, കുളിച്ചൊരുങ്ങട്ടെ, വസ്ത്രമെടുത്തു കൊണ്ടുവാ, സുഗന്ധദ്രവ്യം പൂശട്ടെ. രാജാവിനെ കാണാൻ, നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയപ്പോ അതിന്റെ ഇടയിൽ ശ്രദ്ധിച്ചു കേൾക്കണേ. അല്പസമയമാണ് ഈ രാവിന്റെ ഉള്ളിൽ നിങ്ങളോട് പറയാനുള്ളതെങ്കിലും നാളെ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ, നമ്മുടെ ജീവിതത്തെ നന്മകളിലൂടെ കടന്നു ചെല്ലാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. ആ രാജാവിനെ കാണാൻ ചെല്ലുമ്പോ അല്ലാഹു നമുക്ക് ഇതിനെ കുറിച്ചുള്ള ചിന്ത നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത. പുതുവസ്ത്രങ്ങൾ എടുത്ത് കുളിച്ച് റെഡിയായി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ചിട്ട് ആ സമ്പന്നൻ പോകാൻ ഒരുങ്ങവേ നമുക്കെങ്ങാനും പ്രധാനമന്ത്രിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹിക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ എത്രയാ? വാട്സപ്പിലിടുന്നു, ഫേസ്ബുക്കിലിടുന്നു, വിസിറ്റിംഗ് കാർഡ് ഇടുന്നു, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇടുന്നു. ഈ രാജ്യത്തിന്റെ, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തെ കൈയാളുന്ന ഒരു രാജാവിനെ കാണാൻ പോകുമുള്ള ഒരുക്കങ്ങൾ എന്താ? മഹാനായ ഇമാമുനാ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അയാളോട് ചോദിച്ചു, എവിടേക്ക് പോവുകയാ? അയാൾ പറഞ്ഞു, രാജാവിനെ സന്ദർശിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. മഹാനായ ഇമാമുനാ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ഒരു വലിയ ആധ്യാത്മിക ചിന്തയിട്ട് കൊടുക്കുകയാ. സബാഹ് സ്ക്വയറിൽ തടിച്ചുകൂടിയ 10,000 ഹൃദയത്തിൽ ഈ ചിന്ത വരട്ടെ. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങൾ രാജാവിനെ കാണാൻ പോകാൻ കുളിച്ചൊരുങ്ങിയല്ലോ, വസ്ത്രം ധരിച്ചുവല്ലോ, സുഗന്ധദ്രവ്യം പൂശിയല്ലോ. എന്നാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഈ രാജാവിനേക്കാൾ വലിയ രാജാവായ, രാജാക്കന്മാരുടെ രാജാവായ, രാജാതിരാജനായ
മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവിനെ കാണാൻ നിങ്ങളെ വിളിക്കുന്നൊരു ദിവസമുണ്ട്. കുളിക്കാൻ അവസരം കിട്ടിയെന്ന് വരില്ല, സുഗന്ധദ്രവ്യം പൂശാൻ കയ്യനങ്ങുകയില്ല, വസ്ത്രങ്ങൾ ധരിക്കാൻ മറ്റൊരാളുടെ സഹായം വേണ്ട. രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നൊരു യാത്രയുണ്ടല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബിന് വേണ്ടി നിനക്ക് അഭിമുഖമായി നിൽക്കേണ്ട ആ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതിന് വേണ്ടി ചിന്തിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി നീ തയ്യാറായിട്ടുണ്ടോ? അതിന്റെ തയ്യാറെടുപ്പ് എന്താണെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു. സഹോദരാ, ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടത്. എല്ലാം എന്റെ കയ്യിലുണ്ട്, പക്ഷേ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ അഭിമുഖത്തിന് പോകുമ്പോ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ റബ്ബേ. അതുകൊണ്ട് എന്റെ ജീവിതത്തെ ഞാൻ നന്നാക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. അല്ലാഹുവിന്റെ ഖുർആൻ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് ചോദിക്കുക, ഓ പെങ്ങളെ, മുഅ്മിനേ, മുഅ്മിനത്തെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണേ. പടച്ചവനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് മാത്രമല്ല, നിന്റെ സ്വകാര്യ ഇടങ്ങള്, നിന്റെ കിടപ്പറകള്, നിന്റെ കുടുംബങ്ങള്, നിന്റെ വ്യവഹാരങ്ങള്, നിന്റെ വ്യവച്ഛേദങ്ങള്, നിന്റെ വ്യാപാരങ്ങള്, നിന്റെ അടക്കങ്ങള്, നിന്റെ അനക്കങ്ങള്, നിന്റെ കച്ചവടങ്ങള്, നിന്റെ സാമ്പത്തിക ബന്ധങ്ങള്, നിന്റെ സാമൂഹിക ബന്ധങ്ങള്, നിന്റെ പള്ളികള്, നിന്റെ വീടുകള് എന്ന് വേണ്ട, നീ പ്രതിനിധാനം ചെയ്യുന്ന സകലമായ മേഖലകളിലും അല്ലാഹുവിനെ അനുസരിച്ചു ജീവിക്കണേ എന്ന് മാത്രമല്ല, വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളത്തേക്കുള്ള ജീവിതത്തിൽ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ചിന്തിക്കണേ. 2024 കാത്തിരിക്കുമ്പോ സഹോദരാ, പടച്ചവനെ കാണാൻ പോകുന്ന യാത്രയിൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നിസ്കാരമുണ്ടോ? നോമ്പുകളുണ്ടോ? ഹജ്ജുകളുണ്ടോ? സക്കാത്തുകളുണ്ടോ? നന്മകളുടെ കാര്യത്തിൽ കഴിഞ്ഞ ഒരു വർഷം ഞാനത്ര പുറകിലാ. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന വർഷങ്ങളിലെങ്കിലും എനിക്ക് നല്ലത് ചെയ്യണമെന്നുള്ള ബോധമുണ്ടാവണം. അല്ലാഹു നമുക്ക് നല്ലത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു നല്ലത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ മുതൽ ചെയ്യാമെന്നല്ല, ഏത് കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കരുത്. എല്ലാവരും കരുതും 60 കഴിയട്ടെ, 70 കഴിയട്ടെ. ഒരൊറ്റ കാര്യം ഞങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ, ഒരു മനുഷ്യന് 60 വയസ്സാവുകയും 60 വയസ്സ് പൂർത്തിയായിട്ടും അവൻ അല്ലാഹുവിലേക്ക് അടുത്തില്ലെങ്കിൽ പിന്നീട് അവന്റെ ജീവിതത്തിൽ പടച്ചവനിലേക്ക് അവൻ അടുക്കാൻ സാധ്യത കുറവാണെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു 60 വയസ്സുള്ള ഒരു വൃദ്ധനെ കണ്ടപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര വയസ്സായി? 60 വയസ്സായി. ആ മനുഷ്യന്റെ ഉദാസീനതയും മനസ്സതയും കണ്ടപ്പോ തത്വചിന്തകനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം വന്നു, മനുഷ്യ, 60 വർഷമായിട്ട് നീ പടച്ചവന്റെ അടുക്കലേക്ക് നടക്കുകയല്ലേ, ഇതേവരെ നിനക്ക് അല്ലാഹുവിന് മുമ്പിൽ എത്താൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചതുപോലെ 40 വർഷമായി നടക്കുകയല്ലേ, 50 വർഷമായി നടക്കുകയല്ലേ, 60 വർഷമായി നടക്കുകയല്ലേ, ഇതേവരെ അല്ലാഹുവിലേക്ക് അടുക്കാറായില്ലേ? സഹോദരാ, സഹോദരി, എല്ലാം തകർന്നു പോകുന്ന ലോകത്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണ്ടേ? നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഇന്നത്തെ രാത്രിയിൽ ഇവിടെ വന്നിട്ട് ഉസ്താദേ ന്യൂ ഇയർ പ്രഭാഷണം നിർത്തരുത്. ഈ 10,000 കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നത് ഈ ഒരു കൂട്ടായ്മക്ക, ഈ ഒരു പ്രസംഗം ഞങ്ങളുടെ ഒരു വർഷത്തെ ഊർജമാന്ന് പറയുന്ന ഈ സദസ്സിലെ ഇസ്തിഗ്ഫാർ അടുത്ത ഒരു വർഷം ഞങ്ങളെ നേരെ നടത്തുമെന്ന് പറയുന്ന ഈ പാവപ്പെട്ട ഫക്കീറിനോട് സ്നേഹം കാണിച്ച സഹോദരാ, നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം നാളെ എന്ന് പറഞ്ഞത് നമുക്ക് വരുമോ ഉറപ്പില്ല. എന്ന് മാത്രമല്ല, ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലദീ ബഅദഹു അശറ മിൻഹാ.
സമാനുൻ ഇല്ലാ വല്ലദീ ബഅദഹു അശറു മിൻഹു. നാളത്തേക്ക് നമ്മൾ മാറ്റിവെച്ചാൽ ഈ വരുന്ന ഇനി ഓരോ ദിവസവും വരുന്നത് ഇന്നത്തേക്കാൾ അശറായ ദിവസങ്ങളാ വരിക. നാളെ ചിലപ്പോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കില്ല. കാരണം ഇന്നത്തെ ദിവസത്തേക്കാൾ മോശമാണ് നാളെ വരിക. നാളത്തെ ദിവസത്തേക്കാൾ മോശമാണ് മറ്റന്നാൾ വരിക. ഓരോ ദിവസവും ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലദീ ബഅദഹു അശറു മിൻഹു. ഓരോ ദിവസവും കഴിഞ്ഞ് അടുത്ത ദിവസം വരുന്നത് ഇതിനേക്കാൾ മോശമായ ദിവസമാ. അസുരന്മാരാടിത്തുമറുക്കുന്ന കാലമാ. ഇനി അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചാൽ നമുക്കൊരു രോഗം വന്നാൽ ചെയ്യാൻ പറ്റുമോ? ആരോഗ്യം നശിച്ചാൽ ചെയ്യാൻ പറ്റുമോ? സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ കൊറോണയ്ക്ക് മുമ്പ് ഈ 2 വർഷം മുമ്പ് നമുക്ക് ഉംറയ്ക്ക് പോകാൻ എത്ര പൈസ വേണം? ചില്ലറ പൈസ പോലെ. അവസാനം അത് ലക്ഷങ്ങളിലോട്ട് കടന്നു. ഹജ്ജിന് പോകാൻ കഴിയാൻ സാധ്യതയുള്ളവർ, അർഹതയുള്ളവർ 60 കഴിയട്ടെ, 70 കഴിയട്ടെ. ഇപ്പോൾ ഇരട്ടി തുക 3 ഇരട്ടിയായപ്പോ പോകാൻ കഴിയാത്ത ആളുകൾ എത്രയാ? ആ വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളത്തും മിൻ റിയാദിൽ ജന്ന മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഒരു വിശ്വാസിയുടെ നെറ്റി കൊണ്ടുപോയി ഭൂമിയിൽ വെച്ചാൽ അവന്റെ നെറ്റിത്തടത്തിൽ നിന്ന് പാദം വരെ ആനന്ദത്തിന്റെ ആശ്രുബിന്ദുക്കൾ ഒടുകുന്ന ലോകത്തിന്റെ ഒരു സ്വർഗമില്ലേ? ഹബീബിന്റെ മദീനയുടെ റൗളയുടെ ചാരത്തൊന്ന് സുജൂദ് ചെയ്യാൻ, ആ റൗളയുടെ സ്വർഗത്തിന്റെ ഇടയിലൊന്ന് സുജൂദ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പോകാൻ കഴിയില്ലേ? കൊറോണ വന്നു കഴിഞ്ഞപ്പോ പിന്നീട് തവക്കൽന എന്ന ആപ്പിലൂടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഒരു പ്രാവശ്യം ഒരു ഉംറക്ക് പോണവൻ ഒരു പ്രാവശ്യം ആ മിമ്പറിന്റെ ഇടയിൽ പോയി സുജൂദ് ചെയ്യാ. മിനിങ്ങാൻ ഓർഡർ വന്നു. ഇനി 1 വർഷത്തിൽ ഒരിക്കലല്ലാതെ ഹബീബിന്റെ റൗളയിൽ കാറാൻ കഴിയില്ല മനുഷ്യ. സഹോദരാ, ഇതുകൊണ്ടാണ് പറഞ്ഞത് ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലദീ ബഅദഹു അശറു മിൻഹു. ഓരോ ദിവസം കഴിയുന്തോറും കൂരിരുട്ട് വീടുന്ന ദിവസങ്ങളാ വരിക. നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അന്ന് ഉംറക്ക് പോകാത്തവർക്ക് ഇനി കഴിയുമോ? ഹജ്ജിന് പോകാത്തവർക്ക് കഴിയുമോ? നാളത്തേക്ക് മാറ്റി വെക്കണ്ട. നാളുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഷ്കരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിലേക്കുള്ള യാത്ര പോകുമ്പോ, പടച്ചവനെ കുറിച്ച് ഓർക്കുമ്പോ, ഈ ലോകത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ പറയും, ആമീൻ പറയും. മനുഷ്യന്മാരെ, അതിന് ടൈം ഇല്ലാത്തോണ്ടാണ്. ആകെ 10 മിനിറ്റിന് വർത്താനം പറയാൻ സമയമില്ലാത്തോണ്ടാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. എന്തിനാണ് ഈ ജീവിതം? എന്തിനാണ് ഈ ജീവിതം? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളിൽ നല്ലത് ചെയ്തതാരാണെന്നല്ല. ഈ ജീവിതം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, ജനനവും മരണത്തെയും ഞാൻ തന്നത് നല്ലത് ചെയ്യുന്നതാരെന്നറിയാനല്ല. അഹ്സനു അമലാ, ഏറ്റവും നല്ലത് ചെയ്യുന്നതാരെന്നറിയാനാണ്. നല്ലവനാരെന്നറിയാനല്ല ജീവിതം. അഹ്സനു അമല, ഏറ്റവും നല്ലത് ചെയ്യുന്നവനാരാ? ഏറ്റവും നല്ലത് ചിന്തിക്കുന്നവനാരാ? അല്ലാഹു നമ്മളെ ഏറ്റവും നല്ലത് പറയാനും ഏറ്റവും നല്ലത് ചിന്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. ഏറ്റവും നല്ലതാരാ? ഏറ്റവും നല്ലതാരാ? മഹാനായ ഹാറൂൻ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജാവായപ്പോ ആ രാജാവും പരിവാരങ്ങളും നടന്നു പോകവേ പാതിരാ സമയത്തൊരു സ്ഥലത്തെത്തിയപ്പോ രാജാവിനെ നടക്കാൻ മുമ്പിൽ കൊണ്ടുപോയ വിളക്കങ്ങ് കെട്ടുപോയി. ആ വിളക്ക് കെട്ടുപോയപ്പോ രാത്രിയിൽ അന്ധകാരം അവിടെ മൂടിയപ്പോ രാജാവിന് നടന്നു പോകാൻ വെളിച്ചമില്ല. ഓടിച്ചെന്നൊരു ഭൃത്യൻ പെട്ടെന്ന് വിളക്ക് കത്തിച്ചു കൊണ്ടുവന്ന് നോക്കുമ്പോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ രാജ്യത്തെ ഭരിച്ച ഉമർ സാനി, രണ്ടാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിൾത്തടത്തിലൂടെ കണ്ണീരൊഴുകുകയാ.
കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഭൃത്യം വന്നിട്ട് പറഞ്ഞു, രാജാവേ മാപ്പ് തരണേ, അറിയാതെ വിളക്ക് കെട്ടുപോയതാണ്. എന്താണ് നിങ്ങൾ കരയുന്നത്? കാലെങ്ങാനും കല്ലിൽ തട്ടി വേദനിച്ചുവോ? സഹോദരാ, പാതിരാ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നല്ല വെളിച്ചത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് എന്റെ വിളക്ക് കെട്ടപ്പോൾ ഇവിടെ ഇരുട്ടായപ്പോ ആ സമയത്ത് ഞാൻ എന്റെ ഖബറിനെ കുറിച്ച് ഓർത്തുപോയി. അല്ലാഹുവേ, ജീവിതത്തിൽ ഇങ്ങനെ കണ്ണ് തുറന്ന് നടന്ന് പെട്ടെന്ന് ഒരു ദിവസം കണ്ണടഞ്ഞു പോകുമ്പോ ആ ഖബറിന്റെ ഇരുട്ടിലേക്ക് എന്നെ വെക്കുന്നതിനെ ഞാൻ ചിന്തിച്ചു പോയി. അതാണ് എന്റെ കരച്ചിലിന്റെ കാരണമെന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആരാ ചിന്തിക്കുന്നതാരാ? ഈ 2024 നാളത്തെ പ്രഭാതം നമ്മൾക്ക് എഴുന്നേക്കാൻ കഴിയോ? ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലത് ചെയ്യുന്നതാരാ? ഏറ്റവും നല്ല അമല് ചെയ്തിട്ട് ജീവിക്കുന്നവരാരാ? അല്ലാഹു നമ്മളെ നാളെ മരിച്ചാൽ ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല അമല് ചെയ്തു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് വോയിസ് ഓഫ് കബീർ ബാക്കവിയുടെ പ്രവർത്തകര് ഒരു ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. എന്തിനാണ് ഈ ബക്കറ്റ് എന്നറിയോ? നേരത്തെ ഈ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലേക്ക് നിങ്ങളെ മനസ്സിനെ മാടി വിളിച്ച മാസ്മരീക ബുറുദയുടെ ആലാപനം നടത്തിയ ഹംദാൻ ഫൗണ്ടേഷനിലെ ഹാഫിളീങ്ങൾ ഏതാണ്ട് 300ഓളം ഹാഫിളീങ്ങൾക്ക് അവസരമൊരുക്കുക. രാപ്പകലില്ലാതെ പടച്ചവന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന, തഹജ്ജുദിന് എഴുന്നേറ്റാൽ മുതൽ ഉറങ്ങുന്നത് വരെ ഒരു പരസ്യം കാണലില്ല, ഒരു ടെലിവിഷൻ കാണലില്ല. പിഞ്ചു മക്കളടക്കം 300ഓളം മക്കൾ ഖുർആൻ ഓതിക്കൊണ്ട് ഖുർആന്റെ നടുവിൽ നിൽക്കുന്ന, എല്ലാ മാസവും അവസാന വ്യാഴാഴ്ച അസറിന് ശേഷം 100 ഖത്മ ഖുർആൻ പൂർത്തിയാക്കിയിട്ട് സലാത്തുൽ ഫാത്തിഹ ഓതി, സലാത്തുൽ ഫാത്തിഹ ഓതി അസ്മാഉൽ ഹുസ്ന ഓതി ദുആ ചെയ്യുന്ന ആ പുണ്യമായ സദസ്സിലേക്ക് ആ ഹാഫിളീങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇന്നത്തെ ദിവസം നല്ല ഒരു സദഖ ചെയ്യണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഒരു 3 സലാത്ത് എല്ലാവരും ഹംദാനെ സ്നേഹിക്കുന്നവർ അവിടെ വരാൻ പറ്റിയില്ല, ഇവിടെ വെച്ച് നീ ഒന്നും കരുതിക്കൊണ്ട് വന്നില്ല സഹോദരിമാര്, സ്വർണ്ണമാണേലും കുഴപ്പമില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരെയും അല്ലാഹുവേ ഈ ചെയ്യുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ പുണ്യമായ ഖുർആന് വേണ്ടി ചെയ്യുന്ന ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അല്ലാഹുവേ ഈ അവരുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ ഇനി ഇസ്തിഗ്ഫാർ ചൊല്ലി നമ്മൾ ദുആ ചെയ്യുമ്പോ ആ സമയത്ത് സഹോദരങ്ങളെ നമുക്ക് ദുആ ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി, ലഹരിയുടെ അടിമപ്പെട്ടു പോയ തലമുറക്ക് വേണ്ടി നമ്മുടെ പൊന്നുമക്കൾ ഒരു ഹാഫിളാവാൻ, ഉമ്മാന്റെ മയ്യത്തിന് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ, നമ്മുടെ കുടുംബത്തിന് വെളിച്ചം നൽകാൻ അല്ലാഹുവേ, അല്ലാഹുവേ ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ടവരുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഇതിനു പകരം നീ ഖുർആന്റെ ശഫാഅത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ എത്തിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൽ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ട്, പെട്ടെന്ന് ദുആയിലേക്ക് കടക്കുന്നത് കൊണ്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരു വർഷവും കൂടി കഴിഞ്ഞു പോകുമ്പോ ഈ പുതുവത്സരത്തിന്റെ അർദ്ധരാത്രിയിൽ ആത്മീയതയുടെ ഉന്നത താളങ്ങളിൽ ഒരുമിച്ച് കൂടിയ ജനത ഒരിക്കൽ കൂടി നമ്മൾ ഓർക്കുകയാണ്. മദീന റൗളയുടെ ഓരത്തിരുന്നിട്ട് ഹലാലും ഹറാമും പഠിപ്പിച്ചു കൊടുത്ത ഒരു ചെറുപ്പക്കാരനായ സഹാബി
സഹാബിയെ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് ഈ അപഥസഞ്ചാരം ചെയ്ത പ്രിയപ്പെട്ട യുവാക്കളോട് 34ാമത്തെ വയസ്സിലാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. 30ാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. മുസ്ലിമായി ദുനിയാവിൽ ജീവിച്ചത് വെറും 4 വർഷമാണ്. ചില അഭിപ്രായത്തിൽ 33 ആകെ 30 വർഷം ഇരുട്ടിലും 3 വർഷം വെളിച്ചത്തിലും ജീവിച്ച മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു 34ാമത്തെ കരികരുത്ത യുവത്വത്തിന്റെ കരിമ്പ് പരുവത്തിന്റെ സമയത്ത് തെറ്റുകളിലേക്ക് നമ്മളെ മാടി വിളിക്കുന്ന നേരത്ത്, ലഹരി നമ്മളെ ഭരിക്കുന്ന നേരത്ത്, ആസക്തി നമ്മളെ കാർന്നു തിന്നുന്ന നേരത്ത്, വിചാരങ്ങൾ വികാരങ്ങൾക്ക് വഴിമാറുന്ന കാലത്ത് 33ാമത്തെ വയസ്സിലും മരണാസന്നനായി മുആദ് റളിയല്ലാഹു അൻഹുവിന് പ്ലേഗ് രോഗം വന്നിട്ടാണ് വഫാത്താകുന്നത്. സഹോദര സഹോദരി, ഏറെ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അഅലമുഹും ബൈനൽ ഹലാലി വൽ ഹറാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹലാൽ ഹറാമിനെ വേർതിരിച്ച് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത നാളെ ഉലമാക്കളുടെ ഇമാമായി സ്വർഗ്ഗത്തിലോട്ട് കടന്നു ചെല്ലുമെന്ന് ലോകത്തുള്ള മുഴുവൻ ആലിമീങ്ങളുടെയും മുമ്പിൽ കൊടി പിടിച്ചിട്ട് പോകുന്ന മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിസ്സാരക്കാരനല്ല. പ്ലേഗ് രോഗം ബാധിച്ചിട്ട് ശരീരത്തിൽ മുറിവ് വന്നിട്ട് രോഗാസന്നനായി കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പരിചാരകയോട് പറഞ്ഞു, മോളെ ഒന്ന് വെളിയിലേക്ക് നോക്കിയിട്ട് നോക്ക്. പ്രഭാതം വെളിവായോ? ഇതുപോലൊരു രാത്രിയിൽ നാളത്തെ പ്രഭാതത്തെ കാത്തിരിക്കുകയാ. പ്രഭാതം വെളിവായോ എന്നൊന്ന് നോക്കുക. പരിചാരക വന്നിട്ട് പറഞ്ഞു, ഇല്ല, പ്രഭാതം വന്നിട്ടില്ല. വെളിച്ചത്തിന്റെ കിരണങ്ങൾ കിഴക്കിന്റെ നഭസ്ഥലിയിൽ വന്നിട്ടില്ല. മഹാനവറുകൾ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ കരള് തുറന്ന് കേൾക്കാൻ കഴിയുമെങ്കിൽ 34 വയസ്സുള്ളൊരു യുവാവിന്റെ അന്ത്യനിമിഷത്തെ ഓർത്തിട്ട് നിങ്ങൾ കൊതിച്ചോളൂ. അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിൻ സബാഹിൻ നിലന്നാർ. ഈ പ്രഭാതത്തിൽ ഞാൻ മരിച്ചാൽ, ഈ പ്രഭാതം നീളുന്നത് നരകത്തിലേക്കാണെങ്കിൽ എന്നെ നീ ഈ പ്രഭാതത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അവർക്കും മരണത്തെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഈ പകല് പോകുന്നത് നരകത്തിലേക്കാണോ? സഹോദരാ, ന്യൂ ഇയറിന്റെ ഈ ആട്ടത്തിമർപ്പത്തിന്റെ ഇടയിൽ ലഹരിയും പിടിച്ച് കള്ളും പിടിച്ച് ആടി തിമിർക്കുമ്പോ, ആ തിമിർത്തിട്ട് സ്കൂട്ടറിൽ കയറി ബൈക്ക് റേസിംഗ് ചെയ്ത് ദേശീയ പാതയിലൂടെ പാഞ്ഞു വരുമ്പോ വരുന്ന വഴിയിൽ എങ്ങാനും ഒരു അപകടം നടന്ന് തട്ടിത്തെറിച്ചിട്ട് നിന്റെ കണ്ണ് ആംബുലൻസിലിട്ട് ആ ആംബുലൻസിൽ ചീറിപ്പാഞ്ഞു പോകുമ്പോ ആ സമയത്ത് കണ്ണടഞ്ഞു പോയാൽ ആ യാത്ര പോകുന്നത് എവിടേക്കാ? നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ? അറിയാൻ കഴിയാത്ത മനുഷ്യ, പടച്ചവനെ, നരകത്തിലോട്ട് പോകുന്ന ഈ പകലിനെ കുറിച്ച് ഞാൻ വല്ലാതെ കാവലിനെ തേടുകയാ. എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹുവിന് ഒരേ ഒരു മകനാണുള്ളത്, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. ആ പൊന്നുമോനോട് പറഞ്ഞു, പൊന്നുമോനെ അബ്ദുറഹ്മാൻ, ഉപ്പാന്റെ അടുത്തേക്ക് വരുമോനെ. 34 വയസ്സുള്ള കരികരുത്ത യുവത്വത്തിന്റെ പ്രതീകമായ മുആദ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ പൊന്നുമോന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അസ്തൗദിഅക്കല്ലാഹ് അല്ലദീ ലാ തുദീഉ വദാഇ. ഞാൻ നിന്നെ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാ. പൊന്നുമോനെ, വാപ്പ നിന്നെ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അവനാണ് ലാ തുദീഉ വദാഇ. അവനെ ഏൽപ്പിക്കുന്നതൊന്നും അല്ലാഹു പാഴാക്കുകയില്ല. ഒന്നും പാഴാക്കാത്ത എന്നെ അറിയുന്ന എന്റെ റബ്ബിനെ എന്റെ പൊന്നുമോനെ ഏൽപ്പിക്കുകയാ എന്ന് പറഞ്ഞു മുആദ് റളിയല്ലാഹു അൻഹു വേദനയിൽ പൊളയുമ്പോ പ്ലേഗ് രോഗം വന്നിട്ട് വലത്തെ കയ്യിൽ നിന്ന് മാംസം ഇങ്ങ് ഉരിഞ്ഞു മാറി ഒരു വലിയ ഗുഹ പോലെയായി മുആദ് റളിയല്ലാഹു അൻഹു. ആളുകൾ സഹാബത്ത് വന്നിട്ട് പറഞ്ഞു മുആദേ, തഹൂറുൻ ഇൻഷാ അല്ലാഹ്.
പേടിക്കണ്ട പേടിക്കണ്ട, അള്ളാഹു നിങ്ങളുടെ രോഗത്തെ ശിഫയാക്കി തരും. തഹൂറുൻ ഇൻഷാ അല്ലാഹ്, അള്ളാഹു നിങ്ങളുടെ രോഗത്തെ ശിഫയാക്കും, ഭയക്കണ്ടെന്ന് പറയുമ്പോ ആ സമയത്ത് മുആദ് റളിയല്ലാഹു തആല പറഞ്ഞതെന്നറിയോ? പ്ലേഗ് രോഗം ബാധിച്ച് തന്റെ ശരീരത്തിന്റെ മാംസം ഒഴിഞ്ഞു മാറി വേദന കൊണ്ട് പറയുമ്പോ മുആദ് റളിയല്ലാഹു തആല പറയുന്നു, വേണ്ട വേണ്ട, വല്ലാഹി മാ ഉഹിബ്ബുൽ ഹയാ, വല്ലാഹി മാ കുന്തു ഉഹിബ്ബുൽ ഹയാ. അല്ലാഹുവേ അല്ലാഹുവേ, ഞാൻ ഈ ദുനിയാവിലെ ജീവിതത്തെ ആഗ്രഹിച്ചത്, ഇവിടെ കാലാകാലം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചത്, വലാലി ഖറസിൽ ശുജാർ വലാലി ജിരിൽ അൻഹാർ. ഈ ദുനിയാവിൽ ഞാൻ ആഗ്രഹിച്ചത് വലിയ ഒരു വീട് വെച്ചിട്ട് അതിൽ താമസിക്കാനല്ല, വലിയ പുൽത്തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്റെ കൊട്ടാരത്തിൽ എന്റെ മക്കളെ കൊണ്ട് ആനന്ദിക്കാനല്ല. ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കാൻ ആഗ്രഹിച്ചത് അരുവികൾ ഒഴുക്കി സ്വിമ്മിംഗ് പൂളുകൾ ഉണ്ടാക്കി ഞാനും എന്റെ കുടുംബവും തമ്മിൽ ആദ്യത്തെ പുറത്ത് സുഖിക്കാനല്ല. പിന്നീട് വല്ലാഹി ഇന്നി ഉഹിബ്ബുൽ ഹയാ, പടച്ചവനെ ഞാൻ ഈ ദുനിയാവിന്റെ ജീവിതം ആഗ്രഹിച്ചത്. ഇതാകട്ടെ നമ്മുടെ പുതുവത്സരത്തിന്റെ പ്രസംഗം. ഇവിടെ ജീവിക്കണമെന്ന്, ഈ ഭൂമിയുടെ പുറന്തലയിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാ. നേരെന്നറിയോ? ലിമുറാഫഖതി മഅൽ ഉലമാ, ഉലമാക്കളുടെ കൂടെ ദിക്റുകളിൽ പങ്കെടുക്കുക എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആലിമീങ്ങൾ എവിടെയുണ്ടോ അവിടെ പോയി അവരുടെ കൂടെ ഇരുന്നിട്ട് എനിക്ക് ദിക്റുകൾ ചൊല്ലുക, സലാത്ത് ചൊല്ലുക. എവിടെയൊക്കെ ഇൽമ കിട്ടുമോ അവിടെ പോവുക. വഅ്ലുകൾ കേൾക്കാൻ, ഉലമാക്കൾ വഅ്ല് കേൾക്കാൻ അവിടെ പോവുക. ഈ വിനീതന്റെ ഈ സദസ്സിൽ 300-ലധികം സദസ്സിൽ വന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കളുണ്ട്, പൊന്നാടിയിലുണ്ട്. ഉസ്താദേ 400 സദസ്സിൽ പങ്കെടുത്തെന്ന് പറഞ്ഞവരുണ്ട്. എന്തിനാണ് മോനെ? റെക്കോർഡ് വേദിക്കാനല്ല, ഊറ്റം പറഞ്ഞിട്ട് നെഞ്ചൂക്ക് പറയാനല്ല. പിന്നെയോ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലുത് എന്റെ നാട്ടിലൊരു സ്വലാത്ത് നടന്നാൽ, ദിക്റിന്റെ മജ്ലിസ് നടന്നാൽ, ഇൽമിന്റെ മജ്ലിസ് നടന്നാൽ, ഉലമാക്കളോടൊത്ത് സയ്യിദന്മാരോടൊത്ത് എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയാ. രണ്ടാമത് എന്റെ റബ്ബിനോട് എനിക്ക് ദുനിയാവ് ഞാൻ ചോദിച്ചത് ചുട്ടുപൊള്ളുന്ന വെയിലുള്ള നേരത്തെ എന്റെ റബ്ബിന് വേണ്ടി നോമ്പ് പിടിക്കാനാ. എനിക്ക് എന്റെ റബ്ബ് ഒരായുസ് തരണമെന്ന് പറഞ്ഞത് നല്ല ചൂടുള്ള നേരത്തെ എനിക്ക് ദാഹിച്ച് തൊണ്ട വരളുമ്പോ എന്റെ റബ്ബിന് വേണ്ടി എനിക്ക് നോമ്പ് പിടിക്കണം. മോനെ 2024 മാർച്ചിൽ റമളാൻ വരികയാ. അടുത്ത വർഷം എന്തിനാ? മാർച്ചിന്റെ ചുട്ടുപൊള്ളുന്ന വേനലിലാണ് ഇപ്രാവശ്യത്തെ നോമ്പ് വരിക. അല്ലാഹുവേ എനിക്ക് നോമ്പ് പിടിക്കണം. ആ ചൂടുവെള്ളത്തെ, ആ ചൂടിൽ എനിക്ക് നോമ്പ് പിടിക്കണം. തൊണ്ട വരണ്ടിട്ട് വെള്ളത്തിന് വേണ്ടി പടയുമ്പോ എന്റെ റബ്ബിന് വേണ്ടി കുടിക്കാതിരിക്കണം. പിന്നെയോ പാതിരാത്രിയിൽ എഴുന്നേച്ചിട്ട് എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം. ഈ 3 കാര്യത്തിന് വേണ്ടിയാണ് ഈ 33 വർഷത്തെ ജീവിതം എന്റെ പടച്ചവനോട് ഞാൻ ചോദിച്ചത്. സഹബാ സഹബാ സഹബാ, നിങ്ങൾ എന്റെ രോഗം മാറാൻ ദുആ ചെയ്യരുത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ക്യാൻസർ ആണ് ദുആ ചെയ്യണം, കിഡ്നി ഫെയിലർ ആണ് ദുആ ചെയ്യണം. പ്ലേഗ് രോഗം വന്ന് ശരീരത്തിന്റെ മാംസങ്ങൾ അടന്നു മാറിയപ്പോ എനിക്ക് വേണ്ടി നിങ്ങൾ ശിഫയാവാൻ ദുആ ചെയ്യരുത്. എന്തേ മുആദ്? ഇന്നല്ലാഹ യുകബ്ബിറുൽ ഖലീൽ, അല്ലാഹു ചെറുതിനെ വലുതാക്കുന്നവനും വലുതിനെ ചെറുതാക്കുന്നവനുമാണ്. അല്ലാഹുവേ അല്ലാഹുവേ, മുആദിന്റെ ഈ രോഗത്തെ നീ വലുതാക്കണേ റബ്ബേ. മുആദിന്റെ ഈ രോഗത്ത് നീ വലുതാക്കിയിട്ട് എന്നെ മരിപ്പിക്കണേ അല്ലാ. സഹാബത്ത് ചോദിച്ചു, മുആദേ നിങ്ങൾ എന്ത് വർത്തമാനമാണ് ഈ പറയാ? 34 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും പറയാ നമുക്ക് പടിയോ? വല്ലാഹി ഖദ് മലൽതുൽ ഹയാത്, അല്ലാഹനെ തന്നെയാണ് സത്യം, ഞാൻ ഈ ജീവിതം അടുത്തു കഴിഞ്ഞു. മലൽതുൽ ഹയാത്,
എനിക്ക് ഈ ജീവിതം എടുത്തു, എനിക്ക് നീ ദുനിയാവ് വേണ്ട, എനിക്കെന്റെ റബ്ബിനെ കാണണം, എനിക്കെന്റെ റബ്ബിന്റെ ലിഖായിനെ കാണണം. എന്റെ മുമ്പിൽ നിന്ന് എന്റെ ഹബീബ് പോയി, എന്റെ ഫാറൂഖ് പോയി, എന്റെ സിദ്ദീഖ് പോയി, എന്റെ ഉസ്മാൻ പോയി, എന്റെ അലി റളിയല്ലാഹു അൻഹു പോയി. മദീനയുടെ പള്ളിയുടെ മുറ്റത്തിരുന്ന് ഹബീബിന്റെ ചാരത്തിരുന്ന് എനിക്ക് നന്മ പറഞ്ഞു തന്ന എന്റെ കൂട്ടുകാർ ഓരോരുത്തരായി പോയി. ഇനി മുആദ് മാത്രമേ ബാക്കിയുള്ളൂ. അല്ലാഹിക്കദും മലൽതുൽ ഹയാ, എനിക്കെന്റെ ജീവിതം എനിക്കും അടുത്തു എന്ന് പറഞ്ഞു മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് വഫാത്തായത്രേ. സഹോദര സഹോദരി, സഹോദര സഹോദരി, മഹാനായ മുആദ് ബിൻ മഹാനായ ആമിർ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മഹാനവറുകളും മരിക്കാൻ നേരത്തിങ്ങനെ മഗ്രിബിന്റെ നേരത്താണ് സക്കറാത്ത് വരുന്നത്. ആ സമയത്ത് പറയുന്നു, മക്കളെ എനിക്ക് ഞാൻ ഇതേവരെ ജമാഅത്ത് മുടക്കിയിട്ടില്ല. വാപ്പാണ് നിങ്ങളൊന്ന് സക്കറാത്തിന്റെ നേരത്ത് പള്ളിയിൽ കൊണ്ടുപോകുമോ? ഇന്ന് നമ്മുടെ പള്ളിയിൽ യുവാക്കളില്ല. സഹോദര, തീരുമാനമെടുക്ക, റബ്ബിന്റെ പള്ളിയുടെ മുമ്പിൽ ഒന്നാമത് നിൽക്കാൻ എന്നെ കൊണ്ടുപോകുമോ? ഉപ്പാ സക്കറാത്തിന്റെ വേദനയിൽ പെടയുന്ന നിങ്ങളെ എങ്ങനെയാണ് പള്ളിയിൽ കൊണ്ടുപോവുക? മക്കളെ, നമസ്കാരത്തിൽ വരൂ എന്ന അല്ലാഹുവിന്റെ വിളി കേൾക്കുമ്പോ ഞാൻ അങ്ങനെ വീട്ടിൽ കിടക്കും. മക്കളെ, മഹാനായ ആമിർ ബിൻ സുനാർ റളിയല്ലാഹു അൻഹുവിനെ മക്കളെല്ലാവരും കൂടി താങ്ങി പിടിച്ചെടുത്ത് പള്ളിയിൽ മഗ്രിബ് നമസ്കാരത്തിന് എത്തിച്ചു. മഹാനവറുകളും മഗ്രിബിന്റെ മൂന്നാമത്തെ റക്അത്തിൽ സുജൂദിൽ പോയി. പിന്നെ അദ്ദേഹം എഴുന്നേറ്റില്ല. മൂന്നാമത്തെ റക്അത്തിൽ സുജൂദിൽ കിടന്ന് മഹാനവറുകൾ വഫാത്തായി. പെങ്ങളെ, മരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലെ എങ്ങനെ മരിക്കണം, ഏത് രീതിയിലും മരിക്കണം. ആരോ പറഞ്ഞപ്പോ വീട്ടിലില്ലാത്ത മൂത്ത മോൻ പറഞ്ഞു അത്രേ, വാപ്പാന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചതാണ്. എന്താണ് പറയുന്നത്? വാപ്പാടെ ദുആ എന്തായിരുന്നു? എപ്പോഴും എന്റെ വാപ്പ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നൽ മൗതി, പടച്ചവനെ നീ എനിക്ക് നല്ല മരണം നൽകണേ അല്ലാ. വാപ്പാന്റെ ദുആ. വൃദ്ധന്മാരെ, 2024 ദുആ ഇങ്ങനെയാണ്, പടച്ചവനെ എനിക്ക് ഏറ്റവും നല്ല മരണം 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു, പോകാൻ സമയമായി, എനിക്ക് നല്ല മരണം. മക്കള് ചോദിച്ചു, എന്താണ് വാപ്പാ നല്ല മരണം? ഇന്നി ഉഹിബ്ബുൽ മൗത വഅന സാജിദുൽ ലില്ലാഹ്, എന്റെ റബ്ബിന്റെ മുമ്പിൽ നെറ്റി വെച്ചിട്ട് ഞാൻ സുജൂദിൽ കിടക്കും, എന്റെ റൂഹ് വിട പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വസമാനാസന്നനായി കിടക്കുമ്പോ നേരത്തെ ഇമാം ഗസാലി പറഞ്ഞതുപോലെ രാജാതിരാജനെ കാണാൻ പോകുന്ന യാത്രക്ക് വേണ്ടി ഒരുങ്ങുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഉറക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊരു മനുഷ്യന്റെ കഥയല്ല, ലോകം കണ്ട ഭരണാധികാരി മരണാസന്നനായി കിടക്കുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സക്കറാത്തിൽ കിടക്കുമ്പോ ഭാര്യയായ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കിനോട് പറഞ്ഞു, ഫാത്തിമ. ആരാണ് ഫാത്തിമ? ആരാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ? സുഖലോലുപതയിൽ കോടീശ്വരിയായി ജീവിച്ചിട്ട് തന്റെ ഭർത്താവ് സുഖലോലുപത വിടണം പെണ്ണേ എന്ന് പറഞ്ഞപ്പോ ഭർത്താവിന്റെ കൂടെ സ്വർണവും സർവ്വതും ഉപേക്ഷിച്ചിട്ട് പട്ടിണിയോടെ ജീവിച്ച രാജകുമാരിയാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. അത്രമേൽ ലാളിത്യത്തോടെ ജീവിച്ച ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങാരെ എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാരണയില്ല യാചകനാണെന്നോ ഉണ്ട് സഖി
ഒരു കുലമുന്തിരി വിശക്കുന്ന നേരത്ത് ഒരു കുലമുന്തിരിക്ക് നാരണയില്ലാതെ തന്റെ ഭാര്യയുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരു യാചകന്റെ പേരാണ് ഉമറുസാനി. രണ്ടാം ഉമറെന്ന് ലോകം പാടി പുകഴ്ത്തിയ ആഡംബരത്തിൽ ജീവിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വിളക്കണഞ്ഞു പോയപ്പോ ഖബറിനകത്തിട്ട് പൊട്ടിക്കരഞ്ഞ മനുഷ്യന് സിംഹാസനത്തിന്റെ നടുവിൽ കടന്നിട്ട് പടച്ചറപ്പിന്റെ അർശിനെ കണ്ട മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉറക്കെ പറയും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആദിയമൈതുരു നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹു അശറഫുൽ ഖൽഖ് റസൂലുള്ളാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ദുആയിലോട്ട് കടക്കുകയാണ് നമ്മൾ. ഹൃദയങ്ങൾ ദിക്റിന്റെ വചനാമൃതമാവട്ടെ. നമ്മുടെ ആത്മാവ് ആനന്ദതുന്തിലുമായി അല്ലാഹുവിന്റെ അർശ് നോക്കി പാറി പറക്കട്ടെ. കണ്ണുകൾ സജലങ്ങളാകട്ടെ. എന്റെ റബ്ബിലേക്ക് എന്റെ ഹൃദയം നിറങ്ങട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, ഫാത്തിമ പുറത്തു പോകെ. കുറെ ആളുകൾ ജിന്നുകളും മനുഷ്യരുമല്ലാത്ത കുറെ ആളുകൾ റൂമിലേക്ക് വരുന്നുണ്ട്. മാറു ഫാത്തിമ, മാറു ഫാത്തിമ. നമ്മളൊക്കെ നമ്മുടെ വീടിന്റെ കൂരകളിലോ നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടികളിലോ നമ്മുടെ ബെഡ്റൂമിലോ എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. എപ്പോഴാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെന്നറിയില്ല. പൊന്നുമക്കളെ, നിങ്ങൾ കൂടെയുണ്ടാകുമോ? ഉപ്പാന്റെ അവസാനത്തെ ചലനം നിലക്കുമ്പോ കാണാൻ കൊതിച്ച കൺമണിയെ കൂടെയുണ്ടാകുമോ? കൂടെ കിടന്ന് കൂടപ്പിറപ്പിനേക്കാൾ സ്നേഹിച്ചവളെ നിന്റെ ജാരത്താകുമോ? ഉമ്മയേക്കാൾ വാത്സല്യം തന്നവരെ നിങ്ങളുടെ ജാരത്താകുമോ? അതല്ല, എവിടെയോ പോയിട്ടാണ് ജീവി മരിക്കുന്നതെങ്കിൽ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ലല്ലോ. അള്ളാഹു നമ്മുടെ മരണത്തെ കുറിച്ചുള്ള ചിന്ത നൽകട്ടെ. ഒരിക്കൽ കേരളം കണ്ട അല്ല, ഇന്ത്യ ലോകത്തിന്റെ യശസ്സിനെ ലോകത്തിനെത്തിച്ച ബഹുമാനനായ എം.എ. യൂസുഫ് അലി സാഹിബ് ഇന്ന് പ്രവാസ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ മഹാമനുഷ്യന് 42 പാസ്പോർട്ടുകൾ കാണിച്ചിട്ട് ജീവിതത്തിന്റെ രേഖ എങ്ങനെയാണ് മുന്നോട്ട് കാണിച്ചതെന്ന് പറഞ്ഞ മഹാമനുഷ്യന് പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന വാക്കുകൾ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. ഒരു ദിവസം ഒരു റമദാനിൽ അബുദാബിയിലെ വൈറ്റ് ടവറിലെ 10ാം നിലയില് ഓഫീസിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു, മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് കബറ് കുഴിച്ചു വെച്ച മഹാന്മാരുണ്ട്. അദ്ദേഹം എന്നോട് ഉടനെ ചോദിച്ചു, ബാക്കവി, വളരെ വളരെ ചിന്തയുള്ള ചോദ്യങ്ങൾ. അടുത്തു പോയാൽ നമ്മൾ വല്ലാതെ അടുത്തെടുത്തു പോകുന്നൊരു മഹാമനസ് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കതറിയാം. എന്നോട് ചോദിച്ചു, ബാക്കവി, ഒരു കബറ് കുഴിച്ച് നമ്മൾ എന്നെ അടക്കാൻ വേണ്ടി കുഴിച്ചു വെച്ചാൽ ഇനി നമ്മളെങ്ങാനും ഫ്ലൈറ്റിൽ പോകുമ്പോ അവിടെ വെച്ച് ആ ഫ്ലൈറ്റ് തകർന്നിട്ട് അറബിക്കടലിൽ മുങ്ങിയിട്ട് നമ്മൾ മരിച്ചു പോയാൽ മയ്യത്തെങ്ങാനും കിട്ടാതെ പോയാൽ എന്ത് ചെയ്യും? ആ ഒരൊറ്റ ചോദ്യം. പിറ്റേ ദിവസം ഞാൻ തിരിച്ച് എമിറേറ്റ്സിന് മടങ്ങുകയാണ്. അന്ന് ഫ്ലൈറ്റിൽ കയറി മേഘജാലകങ്ങൾക്കിടയിൽ ഫ്ലൈറ്റ് കിടങ്ങുമ്പോഴൊപ്പം യൂസുഫ് അലി സാഹിബിന് ആ ചോദ്യം ഓർമ്മ വരും. സഹോദരങ്ങളെ, സഹോദരിമാരെ, എപ്പോഴാണ് അവസാനത്തെ ചലനമെന്നറിയില്ല. പാതിരാത്രിയിൽ ഓടി നടക്കുമ്പോഴോ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴോ അതെല്ലാരും അറിയാത്ത ഏതോ ഒരു ലോകത്തോ എവിടെ വെച്ച് അവസാനിച്ചാലും അവസാനത്തെ പെടച്ചില് പെടയുമ്പോ പ്രാണപ്രേയസിയോട് പറഞ്ഞു, ഫാത്തിമ മാറി നിൽക്ക്. ആലിമല്ല, സയ്യിദല്ല, വലിയ ഇൽമുള്ള ആളല്ല. ഒരു രാജ്യത്തിന് അധികാരം കയ്യിൽ നിന്ന് അതിരുവിട്ട് ജീവിക്കാൻ സാധ്യതയുള്ള കാലത്തും ആദർശത്തെയും ആത്മാവിനെയും ചേർത്ത് പിടിച്ച ആനന്ദം കൊണ്ട് ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മാനവറുകൾ ഫാത്തിമ എന്ന ഭാര്യ ഇറങ്ങി നിന്നു.
കുറെ കഴിഞ്ഞപ്പം മലക്കുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിട പറയുകയാണ്. വാതിലിന്റെ ജനൽപ്പാളിയിലൂടെ നോക്കുമ്പോ കട്ടിലിൽ കിടന്നിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നു, മർഹബൻ യാ ഖലീലർ റഹ്മാൻ. കുറച്ച് കഴിഞ്ഞപ്പോ മർഹബൻ യാ ഖലീലുല്ലാഹി മൂസ, മർഹബൻ യാ റൂഹുല്ലാഹി ഈസാ, മർഹബൻ യാ നബിയുല്ലാഹി നൂഹ്. ഓരോ നബിമാര് വരികയാണ്. ഇത് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ അധ്യായമാ. മനുഷ്യ ജീവിതത്തിന്റെ വിടപറച്ചിലിന്റെ ശോഭനമായ ചരിത്രമാ. അവിടത്തേക്ക് കലീമുല്ലാഹി മൂസാ നബി വന്നു, റൂഹുല്ലാഹി ഈസാ നബി വന്നു, നബിയുല്ലാഹി നൂഹ് നബി വന്നു. എല്ലാ പ്രവാചകന്മാരെയും കണ്ടു. അവസാനം ഒരു വിളി കൂടി വിളിച്ചു, മർഹബൻ യാ ഹബീബി യാ റസൂലല്ലാഹ്, മർഹബൻ യാ ഹബീബി യാ റസൂലല്ലാഹ്. എന്റെ ഹബീബായ നബിയേ വരിക. നീതിയുടെ പര്യായമായി വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ചരിത്രത്തെ വിസ്മയിപ്പിച്ച ആ മഹാമനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ ചാരത്ത് വന്നിരുന്ന് കൈപിടിച്ചിട്ടാണ് വഫാത്തായത്. അവസാനം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരായത്തോടുകയാണ്, تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഈ ന്യൂ ഇയർ പ്രഭാഷണം ഈ ഒരൊറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. സഹോദരായി വിനീതന് പറയാനൊന്നുമില്ല. 15 ദിവസം കൊണ്ട് സംഘാടനം നടത്തിയപ്പോ TKBയുടെ പ്രവർത്തകർ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, രാപ്പകലില്ലാതെ ഇവിടെ കിടന്ന് കട്ടപ്പെട്ട വോയിസ് ഓഫ് കബീർ വാക്കബി എന്ന വിനീതന്റെ പേരിലെ ഒരു കൂട്ടായ്മ, 80,000 മെമ്പർമാരുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ, ഒരു പാവപ്പെട്ടവന്റെ വഅദ് മാത്രം സെൻഡ് ചെയ്യുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ. പാതിരാവിന്റെ നിശബ്ദതയിൽ ഈ ഗ്രൗണ്ടിൽ കിടന്ന് സംഘാടനത്തിന് അവർ കട്ടപ്പെട്ടു. അള്ളാഹു സ്വീകരിക്കട്ടെ. എനിക്ക് നിങ്ങളോട് പറയാൻ, ഉപദേശിക്കാൻ ഞാനൊരു ഉപദേശിയല്ല, പ്രണയം പറയാൻ ഞാനൊരു പ്രണയഗായകനല്ല, വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല. നിങ്ങളോട് പറയാൻ എന്റെ കയ്യിലൊന്നുമില്ല. ജീവിതത്തിന്റെ തെരുവുകളിൽ എവിടെയോ കാലുകൾ വഴുതാൻ കഴിയുന്ന ഒരു പാവപ്പെട്ട പച്ച മനുഷ്യൻ എന്ന ലേബലിൽ തെറ്റുകൾ വരാം. അല്ലാഹു പുറത്തു തരട്ടെ. നാളുകൾ നന്നാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഓതുകയാണ്, തിൽക്കദ്ദാറുൽ ആഖിറതി നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. തിൽക്കദ്ദാറുൽ ആഖിറ, ഈ ആഖിറത്തിലെ സ്വർഗ്ഗമാർക്കെന്നറിയോ? ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഈ ഭൂമിയിൽ അഹങ്കരിക്കാത്ത, ഒരു കുഴപ്പങ്ങളും ചെയ്യാത്തവനാണ് സ്വർഗമുള്ളത്. ഇനിയുള്ള കാലങ്ങളിൽ അഹങ്കാരമില്ലാതെ വിനയത്തോടെ പടച്ചവന്റെ ഭൂമിയിൽ ഒരു ഫസാദും ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് പ്രതിജ്ഞ എടുക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.